സുഹൃത്തുക്കളെ, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു രാഷ്ട്രീയ നേതാവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമൻറ്റുകൾ കണ്ടു. അതിൽ ഏറ്റവും എനിക്ക് അത്ഭുതപ്പെടുത്തിയത്, രസകരമായി തോന്നിയതും ഈ രാഷ്ട്രീയ നേതാവ് ചെയ്ത പ്രവർത്തനം സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിനാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം നിരപരാധിയാണോ അപരാധിയാണോ എന്നൊന്നും നമ്മൾ പറയാൻ തയ്യാറല്ല. അത് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. കാരണം ഇന്നിപ്പോൾ സത്യവും അസത്യവും ഒക്കെ കൂടിക്കലരുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നിരപരാധികളും അപരാധികളായി മാറുന്നു, അപരാധികൾ നിരപരാധികളായി മാറുന്നു ഒക്കെ നമ്മുടെ വാർത്തകളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി, അദ്ദേഹം ഒരു വീടിനടുത്തുള്ള ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. എന്നിട്ട് അയാളെ സമൂഹത്തിന് മുമ്പിൽ ഒരു ക്രിമിനലായി ചിത്രീകരിച്ചു നമ്മുടെ പോലീസുകാർ. പക്ഷേ പിന്നീട് അത് കൊന്നത് വേറെ രണ്ട് ദമ്പതികളാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇതിൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ചെയ്ത രാഷ്ട്രീയക്കാരൻ ചെയ്ത പ്രവർത്തനത്തെ അത് വലിയ തെറ്റാണ് എന്ന് അവതരിപ്പിക്കുന്ന ആളുകൾ, ചില ആളുകളെ കാണുമ്പോൾ, ചില ഫെമിനിസ്റ്റുകൾ, അതുപോലെ തന്നെ ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ, അതിനു വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ, സ്വതന്ത്ര ചിന്താഗതിക്കാരായ ആളുകൾ, അതുപോലെ തന്നെ പുരോഗമന ആശയക്കാരാണ് എന്ന് പറയുന്ന ആളുകൾ, ഇവരൊക്കെ ഇതിനെതിരെ വളരെ ഒരു ധാർമ്മിക രോക്ഷം കൊള്ളുന്നതായി നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് പ്രതികരിക്കാനുള്ള എന്ത് അവകാശമാണുള്ളത്? കാരണം ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരുമിച്ചിരുന്നാൽ എന്താ കുഴപ്പം? അവരൊരുമിച്ചിരുന്ന് വർത്താനം പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇനി അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ശാരീരികമായി അവർ ബന്ധപ്പെടുന്നതിൽ എന്താ കുഴപ്പം? അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യത്തെ, അത് പാടില്ലാതെ തെറ്റാണെന്ന് പറയുന്നതൊക്കെ അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തലല്ലേ എന്നൊക്കെ ചോദിച്ച ആളുകളാണ് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ അവർ ചാറ്റ് ചെയ്തു എന്നും അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നും അതിൽ ഗർഭിണിയായെന്നൊക്കെ പറയുന്ന വാർത്തകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ പലപ്പോഴും ഈ സംഭവങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ടുള്ള വിഷയമല്ല, അപ്ഡേറ്റ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചൊന്നല്ല ഈ വിമർശനം. 2-3 കൊല്ലം എത്തിക്കഴിയുമ്പോഴാണ് ഇത് വരുന്നത്. സ്വയം തെറ്റിക്കഴിയുമ്പോൾ രണ്ടുപേരും പരസ്പരം യോജിച്ച് തെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ പെണ്ണ് പിന്നെ നിരപരാധി, പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുകയും പുരുഷൻ കുറ്റവാളിയാക്കപ്പെടുകയും ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അവർ തെറ്റുമ്പോഴാണല്ലേ ഈ കുഴപ്പങ്ങൾ ഉണ്ടാകുള്ളൂ. ചിലപ്പോൾ ഈ ആള് വളർന്ന് കുറച്ച് കാലം കഴിയുമ്പോൾ ഉയർന്ന ആളായി കഴിയുമ്പോൾ പിന്നെ അയാളൊന്ന് നാറ്റിച്ചേക്കാം എന്ന് വിചാരിക്കുന്ന ചില സ്ത്രീകളും, ഇങ്ങനെയുള്ള സമൂഹത്തിൽ പല വാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇത് ഉന്നയിച്ച ആളുകളുടെ ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്, സ്വാഭാവികമായിട്ടും ഇന്ന് സമൂഹത്തിൽ കാണുന്ന വാർത്തകളാണ്. അപ്പോൾ ഇത് പറയാൻ ഈ പറഞ്ഞ ആളുകൾ അവർ സ്വതന്ത്രമായി ഇടപെട്ടു, സ്വതന്ത്രമായി സംസാരിച്ചു, ചാറ്റ് ചെയ്തു, അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ശരിയല്ലേ എന്ന് ചോദിച്ച ആളുകളാണ് ഇപ്പോൾ ഇത് തെറ്റാണെന്ന് പ്രതികരിക്കുമ്പോൾ അവർ പറയുന്നതിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത്, എന്ത് ധാർമ്മികതയാണ് ഇവർക്ക് പറയാനുള്ള അവകാശം എന്നുള്ളതാണ്. വെറും വ്യക്തി വൈരാഗ്യങ്ങൾക്ക് വേണ്ടിയോ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ മാത്രമായി ഈ വിമർശനങ്ങൾ മാറുകയല്ലേ പ്രിയപ്പെട്ടവരെ? യഥാർത്ഥത്തിൽ ഇത് വിമർശിക്കാൻ അവകാശപ്പെട്ടവർ മതബോധമുള്ള, ധാർമ്മിക ബോധമുള്ള ആളുകൾക്ക് വിമർശിക്കാം. കാരണം അവർക്കിത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ അവർ പരസ്പരം ഇടപെടുന്നതിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് അവർക്കുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്, ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അതൊന്നും പാടില്ല, അങ്ങനെയൊന്നും ഇടപെടാൻ പാടില്ല, അവരെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ പാടില്ല എന്ന് പറയുന്നവർ ഈ രൂപത്തിലൊക്കെ കാണിച്ചു കൂട്ടുന്നതിൻ്റെ ഭവിഷ്യത്തുകളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത. ഇത് ഇനി കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടെ പലപ്പോഴും കുരിശിലേറ്റപ്പെടുന്നത് പുരുഷന്മാരാണ്. അതുകൊണ്ട് പുരുഷന്മാർ ജാഗ്രത.